കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കരുക്കൾ നീക്കുമ്പോൾ പിണറായി ഭരണകൂടത്തിന് തിരിച്ചടിയാകുന്നത് തുടർച്ചയായ നിയമനങ്ങൾ. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി അധ്യാപക പരിഷത്ത് നേതാവ് ഡോക്ടർ സജിത റാണിയെ നിയമിച്ച് ലോക്ഭവൻ ഉത്തരവിറക്കിയതോടെ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമായി. കൃഷിമന്ത്രി നൽകിയ പേരുകളെല്ലാം അർഹതയില്ലാത്തതാണെന്ന് പറഞ്ഞ് പുല്ലുപോലെ തള്ളിക്കളഞ്ഞ ഗവർണർ പകരം തന്റെ വിശ്വസ്തയായ RSS അനുഭാവിയെ നിയമിച്ചത് മുഖ്യമന്ത്രി VD സതീശനെ കടുത്ത അതൃപ്തിയിലാക്കിയിരിക്കുകയാണ്. MG സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിന് പിന്നാലെയാണ് കാർഷിക സർവകലാശാലയിലും RSS ബന്ധമുള്ള വ്യക്തി VC കസേരയിൽ ഇരിക്കുന്നത്. ഭരണഘടനാപരമായ പദവിയിൽ ഇരിക്കുന്ന ഗവർണർ സംഘപരിവാർ അജണ്ടകൾക്ക് കുടപിടിക്കുകയാണെന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നുകഴിഞ്ഞു. സർക്കാരിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഗവർണർ നടത്തുന്ന ഇത്തരം നിയമനങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും BJPയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢനീക്കമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ ഇനി ഗവർണറുമായി യാതൊരുവിധ സഹകരണവുമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനൗദ്യോഗികമായി സൂചന ലഭിക്കുന്നുണ്ട്. ഫയലുകൾ ഒപ്പിട്ട് നൽകുന്നതിലും ഗവർണറുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിലും സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ കടുപ്പമുള്ളതാകും. എന്നാൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവകലാശാലകളിൽ RSS അനുകൂലികളെ VCമാരാക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. മന്ത്രി നൽകിയ പേരുകൾ തള്ളിയ ഗവർണറുടെ നടപടി ജനാധിപത്യപരമായ മര്യാദകളുടെ ലംഘനമാണെന്നാണ് ഭരിക്കുന്നവർ പറയുന്നത്. എന്നാൽ നിയമപരമായ അധികാരം തനിക്കാണെന്ന വാദത്തിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് പകരം RSS ബന്ധമുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുന്നത് വഴി വിദ്യാഭ്യാസ മേഖലയിൽ സമാന്തരമായ ഒരു ഭരണം കാഴ്ചവെക്കാനാണ് അർലേക്കർ ശ്രമിക്കുന്നത് എന്നാണ് ആരോപണം. ഇത് കാർഷിക സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തെ ബാധിക്കുമെന്നതിൽ സംശയമില്ലെന്ന് സർക്കാർ പറയുന്നു. സർവകലാശാലകളുടെ അക്കാദമിക് സ്വാതന്ത്ര്യം പണയപ്പെടുത്തി നടത്തുന്ന ഈ രാഷ്ട്രീയ കളി കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണും എന്നത് കണ്ടറിയണം. സർക്കാരിന്റെ താൽപര്യങ്ങളെ ഗവർണർ ഇത്രത്തോളം അവഗണിക്കുന്നത് ആദ്യമായാണ്. ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മൗനം. എന്നാൽ ഈ മൗനം വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണോ നയിക്കുക എന്നതാണ് സംശയം. ഗവർണറുടെ ഈ കാവ്യ അജണ്ടയ്ക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. കോടതിയും നിയമസഭയും ഗവർണറുടെ അധികാരപരിധിയിൽ ഇടപെടാൻ തുനിയുമോ? ഏതായാലും രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിലുള്ള പോര് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇനി മുതൽ ഓരോ VC നിയമനവും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള യുദ്ധകളമായി മാറും. ഡോക്ടർ സജിത റാണിയുടെ നിയമനം വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ തുടക്കം മാത്രമാണ്.